ഹലോ പി എസ് സി കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സ്പെഷ്യൽ ക്യൂക്ക് റിവിഷനിലെ ബയോളജിയാണ്. അതിൽ മസ്തിഷ്കത്തിലെ സെറിബ്രം എന്ന പോർഷനെ കുറിച്ച് പഠിക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്നറിയപ്പെടുന്നത് സെറിബ്രം ആണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ആണ്. സെറിബ്രത്തിൽ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ബാഹ്യഭാഗത്തെ കോർട്ടെക്സ്, ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സെറിബ്രം ആണ്. അതായത് ഐച്ഛിക ചലനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുന്ന അതിനെയാണ് ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഐച്ഛിക ചലനങ്ങൾ, പ്രശ്നപരിഹാരം, ആസൂത്രണം എന്നിവയിലെല്ലാം മുഖ്യ പങ്ക് വഹിക്കുന്നത് സെറിബ്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ എല്ലാം കേന്ദ്രം എന്നറിയപ്പെടുന്നതും സെറിബ്രം ആണ്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രവും അതുപോലെ ഇന്ദ്രിയ അനുഭവങ്ങൾ ലഭ്യമാക്കുന്നതും സെറിബ്രത്തിലാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ്: മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങൾ, ആസൂത്രണം, പ്രശ്നപരിഹാരം, ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന, വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ ലഭ്യമാക്കുന്നത് സെറിബ്രത്തിലാണ്. താങ്ക് യു.